മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. വിളിക്കുന്നതിന് മുമ്പേ വന്ന ഫോൺ വിളിയടാ ചാട്ടെ. എല്ലാ കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ചാടിക്കോളാം. എങ്ങനെയാണ് കേറിയത്? അത് ഞാൻ ഒരു കമ്പിളി നാരങ്ങ പറിക്കാൻ വേണ്ടി കേറിയതാ. ഇതിനകത്തൊന്നോ? എന്റെ അമ്മേ, കമ്പിളി നാരങ്ങ കിട്ടിയോ? ഇല്ല, അപ്പോഴേക്കും സിദ്ധുവിന്റെ കോള് വന്ന്. മരം കയറി. അപ്പൊ എന്തിന് ഓമയ്ക്ക് എവിടെ നിട്ടി? ഇതേ നമ്മുടെ ആറിൻ്റെ തീരത്ത് നിന്ന് ആരും കാണാതെ കിടന്നതാ. ഞാനിങ്ങനെ പറിച്ചോണ്ട് വന്നു. അവിടെ കിടന്ന് ഇവിടെ ചീഞ്ഞു പോകും. നമുക്കിനി കറി വെച്ചിട്ട് കഴിക്കാം. പൊളിക്കും. നല്ല ബെസ്റ്റായിരിക്കും. അല്ല, നീ എന്തുവാ ഈ തൂമ്പായും കൊട്ടയൊക്കെ ആയിട്ട്? അപ്പൂപ്പ ഒന്നുമില്ല, ഞാനേ നമ്മുടെ ആ പറമ്പൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ച്. കുറച്ച് പുല്ലൊക്കെ കിടപ്പുണ്ടല്ലേ, മറ്റേ അടിക്കാട് വെട്ടാന്ന് വിചാരിച്ചു. അത്ര തന്നെ. പിടി. കൊള്ളാം. ഒന്നുമില്ല അപ്പൂപ്പ, വെറുതെ ഷോയാണ്, വെറും ഷോ. എന്തൊരു ഷോ ഒന്ന്? നീ ഉണ്ടായിരിക്കും. കർഷകനാണ്. എന്താ പ്രശ്നം? എന്താ അല്ല അപ്പൂപ്പ? നല്ല കാര്യോടാ. അപ്പൂപ്പ, ഇവൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇവിടെ സെറ്റിൽ ആവാനുള്ള പരിപാടിയാ. ഇവന് കൃഷിക്കാരനാവണോന്നോ കർഷക സ്ത്രീയൊക്കെ മേടിക്കണം എന്നൊക്കെ. സ്ത്രീയാ? സ്ത്രീ. അതേതായാലും നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സത്യസന്ധമായി കൃഷി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ സന്തോഷം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ലാഭം ഉണ്ടാക്കാനാണെങ്കിൽ നീ ഒരു കയറൂടെ കരുതി വെച്ചു. കയർ? അതെന്തിനാ പൂപ്പ? എടാ, ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ അവസ്ഥ ഇപ്പം കാണാം. പിന്നെ ഒരു കാര്യമുണ്ട്, മണ്ണ് നമ്മൾ ചതിക്കത്തില്ല, ഉറപ്പാ. മരിക്കാത്ത ഭൂമിയും ചതിക്കാത്ത മണ്ണും. ഈ ടൈറ്റിൽ വെച്ചിട്ട് കവിത എഴുതണം. ஐயோ, நேற்றுக்கு ரொம்ப காமெடியா இருந்தது. சக்கா மாங்காய் சாப்பிட்டுட்டு அவனுக்கு வயிறெல்லாம் ஒரு மாதிரி ஆயிடுச்சு. അപ്പൊ നമുക്ക് അല്ല ആ സൈഡ് നോക്കാം അല്ലേ? സൈഡ്. கேசு, என்னடா இது இந்த வேஷத்துல? ഞാനിങ്ങനെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മ ആ അറ്റത്തല്ലേ? അശേ, ഇതെന്ത് വേഷ? ഹായ്, നല്ല നാടൻ വേഷം. കേശന് നല്ല ചേരുന്നുണ്ട്. ഒരു നാടൻ കർഷകന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പിന്നെ കർഷകപ്പണിയാണല്ലോ. വേണ്ടേ? ശരിയാ, ഒരു പ്രത്യേക ലുക്ക്. കറക്റ്റ് കൃഷിക്കാരൻ തന്നെ. ഒരു ലക്ഷണക്കേട് കൃഷിക്കാരൻ. അത് കറക്റ്റ് ആട്ടോ പറഞ്ഞേ. പൊന്നലീന, വെറുതെ എന്തിനാ വായി കൊള്ളാത്ത വാക്കൊക്കെ എടുത്ത് ഉപയോഗിക്കണേ. ലക്ഷണക്കേടല്ല, ലക്ഷണ. ഓക്കെ ഗേൾസ്, അപ്പൊ ഞാനെന്നാ അങ്ങോട്ട് പോവാണ്. വർക്ക് കോൾസ്. പിന്നെ ആരും അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ചിലപ്പോൾ കാലിലും മുള്ളൊക്കെ കയറും. പിന്നെ ഇതേപോലെ ആക്രമണകാരികളായ ചില ജീവികളും കാണും. കേശു, അവിടെ വുൾഫും ടൈഗർ അതൊക്കെ ഉണ്ടാവോ? എന്തോന്ന്? വുൾഫ്, ടൈഗർ അതൊക്കെ ഉണ്ടാവോ? ഉണ്ടാവൂ. ആനയുണ്ടെന്ന് പറയണം. ആന ഉണ്ടാവും. ഇടയ്ക്ക് ഇവിടെ കുളിക്കാൻ വരും 2 എണ്ണം. ഇവിടെ അടുത്തുള്ള ഉത്സവത്തിന് എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന ആനയാണ്. അപ്പൊ ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ. പോണേ, ആരും അങ്ങോട്ട് വരില്ല കേട്ടോ. ഓ, ഞാൻ എന്തായാലും വരുന്നില്ല. നീ അവരെയും പ്രതീക്ഷിക്കണ്ട. ആഹാ, എല്ലാരും ഇവിടെ വന്നിരിക്കുവന്നോ? അതെ, രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. അമ്മൂമ്മേ, ഇലക്കറിയും പച്ചക്കറിയും കപ്പയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ഞാൻ എന്തായാലും കഴിച്ചിട്ടേ പോകുള്ളൂ. അല്ല, മീൻകറി, ഫിഷ് ഫ്രൈ അതൊന്നുമില്ല? അയ്യോ, മീൻകറി ഒന്നുമില്ല. അയ്യോ, ഇല്ലേ? ഇല്ലെന്നല്ലേ അമ്മൂമ്മ പറഞ്ഞേ. അപ്പൊ ഉണ്ടാവൂല. സാരില്ല, പക്കച്ചറി അതൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കാം. പച്ചക്കറി. അമ്മൂമ്മ ബാംഗ്ലൂരൊക്കെ ഈ പച്ചക്കറിക്ക് പക്കച്ചൊറി അങ്ങനെയൊക്കെയാണ് പറയാറ്. എന്തൊക്കെ ഭാഷയാണോ എന്തോ. എന്തായാലും എല്ലാരും കൂടെ കഴിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നേക്കണേ. അമ്മ പിന്നെ പച്ചക്കറി ഒന്നുമില്ല, ഞാൻ ചുമ്മാ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ ഓക്കെ ഗേൾസ്, ഞാനെന്നാൽ അങ്ങോട്ട് പോവുകയാണ് പറമ്പിലേക്ക്. ആരും എന്നെ തേടി വരരുത്. ലച്ചേച്ചി, കപ്പ വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരണം കേട്ടല്ലോ. ഞാൻ പറമ്പിൽ ഒരു അടുപ്പ് കൂട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, ബൈ. കൊള്ളുന്നീ പോ. കൊള്ളുവോ? കൊള്ളിക്കാൻ തന്നെ ഇട്ട് കൊണ്ട് വലിക്കുതാടാ. കുഴപ്പമില്ല. പോലാം.
ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ. അതെ എന്തോ പച്ചച്ചൊറി അല്ല പച്ചക്കറി പറഞ്ഞു. പക്കച്ചൊറി. പക്കച്ചൊറി അല്ല വച്ചേ, പച്ചക്കറി. പച്ചക്കറി. ആ പച്ചക്കറി കൂട്ടി പറ. പച്ചക്കറി. ആ ഡൺ. ബാ 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, തെജി പറയാം. ഓക്കെ ഓക്കെ. മടി. അപ്പോ ഒരു കാര്യം ചെയ്യാം, നീ അടുപ്പിന് നേസിലങ്ങ് തീ കൂട്ടാം. ഇല്ലെങ്കിൽ അവർ വരുമ്പോൾ കിടന്ന് കപ്പയും വെച്ചോണ്ട് തീ കൂട്ടേണ്ട കാര്യമില്ലല്ലേ. ആഹാ നല്ല പാട്ടും. ഓക്കേ. ചേച്ചി വരുന്നതിന് മുമ്പ് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ വരുമ്പോൾ കിടന്ന് കപ്പ അത് എന്ന് പറഞ്ഞിട്ട് കിടന്ന് തുള്ളു. എടാ ആ നീ ഇവിടെ അടുപ്പ് കൂട്ടിയോ? പിന്നെ അല്ലാതെ എടാ അടുക്കള വെക്കാറുന്നല്ലോ. അടുക്കള വെക്കേനെ ഞാൻ പിന്നെ എന്തിനാണ് ഇതെല്ലാം ഇങ്ങോട്ട് എടുത്തോണ്ടാൻ പറഞ്ഞെന്ന് വിചാരിച്ചേ? ചേച്ചി ഇവിടെ വെച്ച് ഇവിടെ നിന്ന് കഴിക്കണം. മറ്റേതാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് പണിയിടയ്ക്ക് അങ്ങ് വരെയൊക്കെ വരണ്ടേ. ഓ നടക്കാനൊന്നും വയ്യ. കൊണ്ടൊന്ന് വെയ്, എന്തിനും നോക്കിക്കൊണ്ടിരിക്കണേ. ഇതൊന്ന് പൊളിക്കിങ്ങായി അല്ലാണ്ടാ മരിച്ചീനി ഇവിടെ നിന്ന്. എടേ താ ഇവിടെ കൊച്ചേ, മരിച്ചീനി ഇവിടെ നിന്ന് അവിച്ച് കഴിക്കണതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ. ഡേ അലീന ഇതൊക്കെ ഉണ്ടല്ലോ അച്ഛന്റെ സ്റ്റൈലാണ്. ആ അതെ, ആരെങ്കിലും ഈ തീ ഒന്ന് നോക്കുവോ? ഞാൻ നോക്കാം കേശു. ഓക്കെ എന്നാ തവി. എനിക്ക് ഇനിയും കുറച്ചുകൂടെ വെട്ടമുണ്ട്, ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ തീരൂല. കേശോട്ടാ ഇന്നലെ എന്താ വെട്ടാഞ്ഞേ? ഇന്നലെ കാണാൻ ആൾക്കാരുണ്ടായില്ലല്ലോ. എന്തായാലും കാണാൻ ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടൊന്നുമല്ല, ഇന്നലെ തൂമ്പ മൂർച്ച കൂട്ടാൻ കൊടുത്തിരുന്നു. തൂമ്പ മൂർച്ച കൂട്ടാൻ കൊടുത്തിരുന്നു, അതുകൊണ്ടാണ്. കേശുവിന് കൃഷിപ്പണിയൊക്കെ നല്ല വശമാണല്ലേ? പിന്നെ കർഷകനല്ലേ മാഡം. ഇവന്റെ കിള കണ്ടിട്ടാണ് കിളവൻ കേശു എന്ന് വിളിക്കുന്നത്. അത് വേണ്ട കേട്ടാ. കർഷകനല്ലേ മാത്രമല്ല പോരാത്തന്നെ കൃഷി കുടുംബവും. ഇട്ട് വെട്ടായി പോവാണോ? ആ ചേച്ചി പോവാ. വെറുതെ ഇവിടെ നിന്ന് മുളക് കൂടണ അതിനായിട്ടും ഭേദം ഞാൻ ഫാനിന്റെ ചുവട്ടിലിരിക്കാലോ. പാവം പേടിച്ചുപോയി. കേശു ആ കുട്ടീനെ കളിയാക്കണ്ടായിരുന്നു. അവരൊക്കെ വലിയ ഹൈടെക് ഫാമിലിയിൽ വളർന്നതല്ലേ, നമ്മളെ പോലെ അതൊന്നും അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. നമ്മളെ പോലെ. അല്ല ഹരിതാ, അന്ന് അവിടെ വീട്ടിൽ വന്നപ്പോഴേ എന്തോ ബഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു? മറ്റേ വരിക്കച്ചക്ക സാധാ പ്ലാവിൽ ബഡ് ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞില്ലായിരുന്നു? അതിപ്പോ ചെയ്യാൻ പറ്റില്ല, ചക്കരിപ്പുണ്ട്. എന്തിനു ബഡ് ചെയ്യാന്? അല്ല ചക്കക്കുരു വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ചക്കക്കുരു വെച്ച് തോരന ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരു വെച്ച് ബഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബഡിങ് പറ്റില്ല. ഇപ്പൊ കായ്ഫലം നടക്കുന്ന സമയല്ലേ, ഇപ്പൊ അതൊന്നും പറ്റണ്ടാവില്ല. അതാണ് കണ്ടാ. അത് എന്താ അത്? ചേട്ടൻ എന്തെങ്കിലും അറിയോ? എനിക്ക് എന്തൊരു അറിയോന്ന്. ഞാനേ നല്ല സൂപ്പർ കൃഷിക്കാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്കിതറിയാം, എനിക്ക് മറ്റേ അറിയാൻ ഞാൻ പറഞ്ഞു നടക്കാറില്ല കേട്ടാ. അല്ല ആ കപ്പ നോക്ക്. ഇത് തന്നെ അധ്വാനിക്കുന്നവർക്ക് കഴിക്കാനുള്ളതാ. കൈ പൊള്ളും. ഓർത്തിട്ട് ഇവിടെ
കേശു ഇത് നല്ലീനം കപ്പയാണല്ലോ. ലച്ചു ചേച്ചി ഇത് കരിയില പുരിയനാണോ എംബോറാണോ? ഇത് കപ്പ. അതല്ല, കപ്പയിൽ ഏത് ഇനാണെന്ന് വെച്ച്. ഏതാടാ ഇന? ഏതാ ഇതാ ഇത് സരസ്വതി വനജ എങ്ങോട്ടാന്ന് തോന്നുന്നു. സരസ്വതി വനജ്? ഓ മറ്റേ വേങ്ങൂർക്ക് ഗവേഷണ കേന്ദ്രം പേരിട്ടങ്ങ് തള്ളിയിക്കല്ലേ. അതിനകത്ത് ഏതോ ഒന്ന് ഇളക്കത്. ദൈവമേ, അലീന ഫ്രാൻസിസ്. കൊള്ളാലോ വേഷം. രസമുണ്ട് അല്ലേ? ഇതെന്താ ഇങ്ങനെ മണ്ണി ചവിട്ടി നിൽക്കാൻ ഈ വേഷല്ലേ ബെസ്റ്റ്. അല്ല, ഈ വേഷം എവിടെ ഒപ്പിച്ച്? ബ്ലൗസ് അമ്മൂമ്മേന്റെ, മുണ്ട് അപ്പൂപ്പന്റെ. കൊള്ളാം. എന്തായാലും ഫസ്റ്റ് അലീനക്കാ. എന്തിനി ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. എന്തായാലും നല്ല രസമുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കന്റെ കൂടെ പഴങ്കഞ്ഞി വെച്ച പോലെ. ഒരു ചർച്ചയില്ല അല്ല കേശു? നീ മിണ്ടാടി. തീ കത്തിക്ക്. കപ്പ പുഴുങ്ങിയവള് കപ്പ പുഴുക്കി. കപ്പ പുഴുങ്ങാൻ വന്നവള് കപ്പ പുഴുങ്ങിയാ മതി, അതാണ് ഉദ്ദേശിച്ചേ. എക്സാക്ട്ലി. കണ്ടാ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? റോസ്റ്റഡ് ചിക്കന്റെ കൂടെ പഴകഞ്ഞി ചോല തന്നെ ഉണ്ട്. കേശു പോയി മമ്മട്ടി എടുക്ക്. എന്തിനി നമുക്ക് പോയി കിളക്കാ. നീ ആദ്യം പോയി പറയാൻ പഠിക്കടി. നീ പോടി. കേശു വാ, നമുക്ക് കപ്പ കഴിക്കാം. ആ കിളക്കാം. അല്ല കപ്പ കഴിക്കാം. കപ്പയെ കിളക്കണ. ഇപ്പൊ ഞാൻ കപ്പ കിളക്കണ. എനിക്ക് വിശക്കുന്നുണ്ട്, കപ്പ കഴിക്കാം. എന്നാ പിന്നെ കിളച്ചിട്ട് കപ്പ കഴിച്ചിട്ട് കിളക്കാം. എട് മാറങ്ങോട്ട്. ചുമ്മാ ഇനി കപ്പ കഴിക്കാം. എന്നാച്ചടാ? കപ്പ വെന്താച്ചാ? കപ്പ വെന്തില്ല, കൈ വെന്ത്. അശ്ശോ, പാത്ത് கையெல்லாம் കയ്യല്ല, நான் பார்க்கட்டும். ஆமாண்டா வெந்தாச்சு. കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെങ്ങനെ? அது பார்த்தாலே தெரியும், அதுதான் எக்ஸ்பீரியன்ஸ். ചമ്മന്തി റെഡിയായ? இத பாரு, மிளகா போட்ட சம்மந்தி. മുളകാ പൊട്ട ചമ്മന്തി. இது பாரு. സ്പൂൺ ഇട്ട് എടുക്കടാ. സാരിടാ പാത്രം കാണിട്ട് കണ്ടേ. ஏய் கொஞ்சம் எடுத்து பாரு. ചേച്ചി എട് കപ്പ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ.
എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? കേശു, ഇത് ടോട്ടലി വേറെ ലൈഫാണല്ലേ? തനിക്ക് ഇത് ടോട്ടലി വേറെ ലൈഫായിരിക്കും, പക്ഷേ എനിക്ക് ഇതാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. എനിക്കിഷ്ടമുള്ളതും എനിക്ക് പരിചയമായത്. എനിക്കും ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേശു. ഇതോ ഇപ്പം അങ്ങനെയൊക്കെ പറയും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഉയരും കൊണ്ട് ഓടണത്. കാരണം അത്രയും ഹൈ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിച്ച ആളല്ലേ. കേശു, എന്നെ അങ്ങനെ കോണറാക്കല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കേശു, ഓ ഞാനും ഇറങ്ങി നിന്നോട്ടെ. വൈ നോട്ട്? ഓ, നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്. സൂപ്പർ അല്ലേ? സൂപ്പർ കൂൾ. താനും ഭയങ്കര കൂളാ. കൂളാ? ഞാനാ. എല്ലാവർക്കും കേശുവിന് ഇഷ്ടമാണ്, അതുപോലെ കേശുവിനെയും എല്ലാവരും ഇഷ്ടമാണ്. അതിനെ അങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, നമ്മളെ എല്ലാവരും സ്നേഹിക്കും. അതല്ലേ ഉള്ളൂ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. വിളിക്കണ സമയത്ത് അങ്ങ് പോകണം. നമ്മുടെ ചെറിയ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷിപ്പിക്കുക. കേശു എത്ര രസമായി സംസാരിക്കുന്നത്. എന്തൊരു വിളിക്കുമ്പോൾ അങ്ങ് പോണമെന്ന് പറഞ്ഞതാ. എന്നെ പൊന്നു പെണ്ണായി ഞാൻ അച്ഛൻ പറഞ്ഞതൊന്ന് പറഞ്ഞു നോക്കിയത്. എവിടെ പ്രോത്സാഹിപ്പിച്ച ആളെ കൊല്ലില്ല. കേശു, ഞാനൊരു കാര്യം ചോദിച്ചാ കേശു മനസ്സ് പറഞ്ഞ സത്യം പറയും. ഞാൻ ചോദിക്കണോ? കേശു, തനിക്ക് തൻ്റെ കൂടെ പഠിച്ച കുഞ്ഞ് അലീന ഫ്രാൻസിസിനെ എപ്പോഴെങ്കിലും മറക്കാൻ പറ്റുമോ? തായ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ലടോ, എൻ്റെ കൂടെ കുഞ്ഞിലെ പഠിച്ച, ഞാൻ നിഷ്കളങ്കരമായിട്ട് സ്നേഹിച്ച ആ അലീന ഫ്രാൻസിസിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കുഞ്ഞ് അലീന ഫ്രാൻസിസ്, എന്താണ് ഒന്നും പറയല്ലേ? ഹേയ്, ഒന്നില്ല. കേശു എന്താണ് ഇങ്ങനെ നോക്കുന്നത്? കേശു പേടിക്കല്ലേ, ഞാൻ കേശുവിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനല്ല വന്നേ. അതെ, എല്ലാം കാലം തീരുമാനിക്കട്ടെ. ബാ അലീന, പോവാ, ഇരുട്ടായി. എടുക്കട്ടെ ഞാൻ? ഓ, എടുത്തരാം. അമ്മ ഓക്കെ. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.